സംസ്ഥാന സർക്കാർ ഗവർണർ പോര് വീണ്ടും കൊഴുക്കും. പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങി ഗവർണർ. ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ ഗവർണർ 4 വൈസ് ചാൻസലർമാരെ പുറത്താക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയുന്നു. പിസിമാർക്കെതിരായ നടപടികളിലൂടെ തന്റെ ശക്തി തെളിയിക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം. സാങ്കേതിക സർവകലാശാല വിസിയായിരുന്ന ഡോക്ടർ രാജശ്രീയുടെ നിയമനം അസാധുവാക്കിയ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ സംസ്ഥാനത്തെ 9 വൈസ് ചാൻസലർമാരെ പുറത്താക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. എന്നാൽ പിന്നീട് 12 ഉയർന്നു. എന്നാൽ വിസിമാർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ തൽക്കാലം അവർ രക്ഷപ്പെടുകയായിരുന്നു. വിസിമാരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ പന്ത് വീണ്ടും ഗവർണറുടെ കോർട്ടിലെത്തിയിരിക്കുകയാണ്. 12 വിസിമാരിൽ നിലവിൽ അവശേഷിക്കുന്ന 4 പേർക്കെതിരെയായിരിക്കും നടപടി. വൈസ് ചാൻസലറുടെ നിയമനത്തിൽ UGC ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നും ഇവർ നൽകിയ കാരണം കാണിക്കലിന്റെ നിയമസാധുതയും കണക്കിലെടുത്ത് ഗവർണർക്ക് ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിൽ കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്, സംസ്കൃത VC ഡോക്ടർ MP നാരായണൻ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സജി ഗോപിനാഥ്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ PM മുഹമ്മദ് പാഷ എന്നിവർക്കെതിരെയാണ് ഗവർണർ നടപടിക്കൊരുങ്ങുന്നത്. വിസിമാരുടെ വിശദീകരണം വീണ്ടും കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഹൈക്കോടതി ഗവർണർക്ക് 6 ആഴ്ച സമയം കൂടി അനുവദിച്ചിട്ടുണ്ട്. KTU VC ആയിരുന്ന ഡോക്ടർ രാജശ്രീയുടെ നിയമനം അസാധുവാക്കിയ സുപ്രീം കോടതി വിധിക്ക് സമാനമായി നിയമനം നേടിയ മറ്റു 4 വിസിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോ വാറണ്ടോ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. വിസിമാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജികളും ഹൈക്കോടതി പരിഗണിച്ചു. തുടർന്നാണ് ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് ഹർജിക്കാരായ വിസിമാരുടെ വിശദീകരണം വീണ്ടും കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഗവർണർക്ക് 6 ആഴ്ച സമയം കൂടി അനുവദിച്ചത്. ഗവർണർ തീർപ്പ് കൽപ്പിച്ച ശേഷമായിരിക്കും 2 വിസിമാർക്കെതിരായുള്ള കോ വാറണ്ടോ ഹർജി കോടതി പരിഗണിക്കുക. 1 വർഷം മുമ്പ് കാലിക്കറ്റ്, സംസ്കൃത, MG, കുസാറ്റ് എന്നിവിടങ്ങളിലെ 4 വിസിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോ വാറണ്ടോ ഹർജികൾ ഫയലിൽ സ്വീകരിച്ചിരുന്നുവെങ്കിലും തുടർവാദം നടന്നിരുന്നില്ല. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 9 വിസിമാർക്കും ഗവർണർ ഹിയറിംഗ് നടത്തി പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് 1 വർഷം മുമ്പ് നൽകിയിരുന്നു. എന്നാൽ കോടതിയുടെ സ്റ്റേ ഉത്തരവിലൂടെ മേൽ നടപടികൾ തടയുകയായിരുന്നു. സെർച്ച് കമ്മിറ്റി പാനൽ കൂടാതെ നിയമനം നടത്തിയതും സർക്കാർ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ വിസിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിന്മേലുള്ള ഹർജികളും കോ വാറണ്ടോ ഹർജികളും ഒന്നിച്ചു വാദം കേട്ട ശേഷമാണ് കോടതി ഇന്ന് തീർപ്പ് കൽപ്പിച്ചത്. ഗവർണർ നോട്ടീസ് നൽകിയ 12 പേരിൽ നിലവിൽ വിസിമാരായി തുടർന്നത് 4 പേർ മാത്രമാണ്. കാലിക്കറ്റ്, സംസ്കൃത, ശ്രീനാരായണ ഓപ്പൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വിസിമാർ നിലവിൽ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തുടരുന്നവരാണ്. MGയിലെ VC ഡോക്ടർ സാബു തോമസും കുസാറ്റ് VC ഡോക്ടർ KN മധുസൂദനനും കാലാവധി പൂർത്തിയാക്കി വിരമിച്ചിരുന്നു. കണ്ണൂർ ഫിഷറീസ് വിസിമാർ കോടതി വിധിയിലൂടെ പുറത്തായി. KTU VC സുപ്രീം കോടതി വിധി പ്രകാരം ആദ്യം തന്നെ പുറത്തായിരുന്നു. UGC പ്രതിനിധിയെ ഒഴിവാക്കി നടത്തിയ വെറ്റിനറി VC നിയമനം ചട്ടവിരുദ്ധമാണെങ്കിലും ഗവർണർ നോട്ടീസ് നൽകിയവരുടെ കൂട്ടത്തിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല.